തുളസിയെ കാണുന്നില്ലല്ലോ. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. മാം കഴിക്കും, അപ്പോഴേക്കും തുളസി എത്തും. തുളസി വന്നു തോന്നുന്നു. അല്ല, ഞാൻ പോവാം. തുളസിക്കൊരു സർപ്രൈസ് ആവട്ടെ. ആയിക്കോട്ടെ. ഹലോ മാം, മാം എന്താ ഇവിടെ? അതെ, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയിപ്പോയി. ഓ അല്ല, മാം ഇവിടെ ഉണ്ടാവുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മാഡം വിളിയൊക്കെ ഉടനെ നിർത്തേണ്ടി വരും. നിന്റെ നാത്തൂനാവാൻ പോകുന്ന ആളാ. താനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഉള്ളിലേക്ക് വാ. വാ. തുളസിയും കാത്ത് ഗായത്രിമയുടെ എത്ര നേരായിരിക്കുന്നെന്നറിയോ? അതെ, ഈ സ്നേഹം എന്നും ഉണ്ടാവണേന്ന് പ്രാർത്ഥന എനിക്ക്. അതൊക്കെ എന്നും ഉണ്ടാവും അല്ലേ തുളസി? മാം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അതെന്താ, നിന്റെ നാത്തൂൻ ഇവിടെ ഉണ്ടെന്നറിഞ്ഞാ നീ വരില്ലായിരുന്നോ? ഇവൾക്ക് നാണം കാണും ദുർഗേച്ചി. പണ്ടേ വലിയ നാണക്കാരിയാണല്ലോ തുളസി. നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിനി എന്നും കാണേണ്ടവരല്ലേ. ഇരിക്കും. വാ. തുളസി വന്ന സ്ഥിതിക്ക് മാം ജ്യൂസ് കുടിച്ചാട്ടെ. ഓ ദാ. ഹോ, തുളസിയുടെ ഒരു ഭാഗ്യം നോക്കണേ. എത്ര സ്നേഹമുള്ള നാത്തൂനിയാ ഇവക്ക് കിട്ടാൻ പോകുന്നത്. അത് കണ്ട് നീ അസൂയപ്പെടണ്ട. ഞങ്ങൾ ഞങ്ങളുടെ തുളസിയെ കൊടുക്കുന്നതേ നല്ല സ്നേഹമുള്ള വീട്ടിലേക്ക് തന്നെയാ. അക്കാര്യത്തില് എനിക്കും പ്രസാദേട്ടനും അഭിമാനമേ ഉള്ളൂ. ഇതപ്പോ കരുതിക്കുട്ടിയുള്ള ഒരു കെണിയായിരുന്നു അല്ലേ? തുളസി കഴിക്കേ. മാം എപ്പോ വന്നു? വന്നിട്ട് കുറെ നേരമായി. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് തുളസിയെ കൂടി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. മാമിന് തുളസിയോടെന്തോ പറയാനുണ്ടെന്ന്, അതാ വരാൻ പറഞ്ഞത്. മാഡത്തിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കറിയാവുന്ന കാര്യമല്ലേ അല്ലേ? എന്താ മാം? അത് അന്ന് ഞാനും ഹരിയും വീട്ടിൽ വന്ന പിന്നെ അച്ഛൻ വിവരമൊന്നും അറിയിച്ചില്ല. ഹരിക്കാണെങ്കിൽ റിപ്ലൈ കിട്ടാത്തതിലൊരു ടെൻഷൻ. അക്കാര്യത്തിൽ എന്തിനാ ടെൻഷൻ? മൗനം സമ്മതമെന്ന് കേട്ടിട്ടില്ലേ? ആരും മറുപടിയൊന്നും പറയുന്നില്ലെങ്കിൽ അവർക്ക് ആ കാര്യത്തിൽ ഇഷ്ടക്കേടൊന്നും ഇല്ലെന്ന അർത്ഥം. അത് പിന്നെ അല്ലെങ്കിലും പ്രസാദേട്ടന്റെ ഇഷ്ടമാ ജയന്റെയും പ്രിയയുടെയും തുളസിയുടെയും ഇഷ്ടം. മാമനെന്ന് വെച്ചാൽ അച്ഛന്റെ സ്ഥാനത്തിനേക്കാളും മുകളിലാ തുളസിക്ക്. പ്രസാദേട്ടന് തുളസിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ഞാൻ പോലും. പ്രസാദ് സാറിന് ഈ കാര്യത്തിൽ പൂർണ്ണ സമ്മതമല്ല. ഏത് കാര്യത്തിൽ? തുളസിയെ ശ്രീഹരിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ. അത് പിന്നെ പ്രത്യേകം ചോദിക്കേണ്ട കാര്യമുണ്ടോ? തുളസിക്ക് നല്ലൊരു ജീവിതം കിട്ടുന്ന കാര്യത്തിന് പ്രസാദേട്ടൻ തടസ്സം നിൽക്കുവോ? അത് എനിക്ക് സമ്മതമാണ്. ഇനി തുളസിയുടെ അഭിപ്രായം കൂടി അറിഞ്ഞാ മതി. പറ, എന്റെ അനിയൻ തുളസി വിവാഹം ചെയ്യുന്നതിന് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലല്ലോ? അത് മാമന്റെ ഇഷ്ടം ഇവളുടെ ഇഷ്ടം. അതെ, മാമിന്റെ ഇഷ്ടമാണ് ശ്രീഹരിയുടെ ഇഷ്ടമെന്ന് പറഞ്ഞതുപോലെ തുളസിയുടെ ഇഷ്ടമെന്ന് പറയുന്നത് പ്രസാദേട്ടന്റെ ഇഷ്ടമാണ്. തുളസിയൊന്നും പറഞ്ഞില്ല. സന്തോഷം കണ്ടോ മാഡം? ഉള്ളിൽ സന്തോഷം ഇങ്ങനെ തള്ളിക്കറി വരുമ്പോ എനിക്കും ഇങ്ങനെയാ. ഒന്നും സംസാരിക്കാൻ പറ്റില്ല. സംസാരിച്ചാലും ചിലപ്പോ വിചാരിച്ചതിന്റെ വിപരീതമായിരിക്കും പറഞ്ഞു പോവുക. അത് പേടിച്ചിട്ടാ തുളസി ഒന്നും മിണ്ടാതിരിക്കുന്ന. അയ്യോ, അതെ. അതല്ല, ആദ്യം ജ്യൂസ് കഴിക്കേ, ബാക്കിയെല്ലാം നമുക്ക് അതിനുശേഷം സംസാരിക്കാം. അതെ അതെ,
ജ്യൂസ് ഒഴിക്ക്, ജ്യൂസ് ഒഴിക്ക്. തുളസി കഴിക്ക്. തുളസി മോളെ കാണുന്നില്ലല്ലോ. അവളിപ്പോഴങ്ങ് പോയതല്ലേ ഉള്ളൂ. ചേട്ടൻ ഇങ്ങനെ തിടുക്കം കൂട്ടിയാലോ? അവൾ എന്തിനാണ് പ്രസവ വിളിപ്പിച്ചെന്ന് അറിയാഞ്ഞിട്ട് ഒരു സമാധാനവും ഇല്ല. അതിനെക്കുറിച്ച് ആലോചിച്ച് ചേട്ടൻ ടെൻഷൻ അടിക്കണ്ട. ചായ കുടിക്ക്. ഇനി തുളസി പറഞ്ഞതുപോലെ ആദ്യയെ മറക്കണമെന്ന് പറയാനും മറ്റോ ആണോ? ഒരിക്കലും അല്ല ചേട്ട. അങ്ങനെയാണെങ്കിൽ ഇത്ര സന്തോഷത്തോടെ പ്രസാദേട്ടൻ നമ്മളെ വിളിക്കില്ലല്ലോ. ഉം. മാത്രല്ല ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുന്നതിന് തുല്യല്ലേ അത്? അങ്ങനെ വല്ലതും പറയാനായിരുന്നെങ്കിലേ ഏട്ടൻ ഇവിടെ വന്ന് പറയുമായിരുന്നു. അവളെ അവിടെ നിന്ന് അപമാനിക്കാതിരുന്നാ മതിയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ആരാണ് എന്താണെന്നൊന്നും തുളസി നോക്കില്ല. അവൾ അവിടെ ഒരു കുഴപ്പമുണ്ടാക്കില്ല. ഏട്ടന് സുഖമില്ലാത്ത കാര്യം ഞാൻ അവളെ വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്തു പറഞ്ഞാലും അവള് ക്ഷമയോടെ എല്ലാം കേട്ടിരിക്കത്തേ ഉള്ളൂ. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു മനംമാറ്റം പ്രസയ്ക്ക് വരാൻ എന്താ കാരണം? അതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ. തുളസിക്ക് മന്ത്രിയുടെ അനിയന്റെ വിവാഹാലോചന വന്നു എന്നറിഞ്ഞപ്പോ പ്രസാദേട്ടന് അതൊരു ഷോക്കായിട്ടുണ്ടാവും. ഇനിയും എതിർത്ത് നിന്ന് നമ്മൾ ആ വിവാഹം നടത്തി കൊടുക്കുമെന്ന് ചിന്തിച്ച് മനസ്സിന് മാറ്റം വന്നത് തന്നെയാ. അങ്ങനെ ആയിരിക്കോ? മന്ത്രിയുമായി തുളസിക്ക് അടുപ്പമുണ്ടെന്ന് അറിഞ്ഞതു മുതൽ പ്രസാദേട്ടന്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇന്നത്തോടെ ആ മാറ്റം പൂർണ്ണമാവും. ചേട്ടനാ ചായ കുടിക്ക്. അപ്പോഴേക്ക് മോളിങ് എത്തും. കുടിക്കും. എന്നാ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ സമയം കിട്ടുമ്പോ എല്ലാരും സൗകര്യം പോലെ വീട്ടിൽ വരണം. മാഡത്തിന് തിരക്കായതുകൊണ്ടാ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോയാ മതിയായിരുന്നു. അതിനെല്ലാം ഇഷ്ടം പോലെ സമയം കിടക്കല്ലേ. ദൈവം സഹായിച്ച് എല്ലാം വേഗത്തിൽ നടക്കട്ടെ. എനിക്ക് മാമിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താ തുളസി? മാം, ഇത്രയും നേരം സംസാരിച്ചത് പോരെ? ഇപ്പൊ മാഡം പോവാൻ നിൽക്കുമ്പോഴാണോ? അതെ, മാഡത്തിന് സമയമില്ലാന്ന് പറഞ്ഞില്ലേ തുളസി മോളെ? പറയാനുള്ളതെല്ലാം ഇനിയും പറയാലോ. എല്ലാം കൂടി ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കണ്ട. ഇനിയുള്ള ദിവസങ്ങൾ മുഴുവൻ നിനക്ക് നിന്റെ നാത്തൂന് സംസാരിച്ചോണ്ടിരിക്കാനുള്ളത് തന്നെയാ. പിന്നെ നാത്തൂൻ മന്ത്രിയാണ്. സദാസമയവും കഥ പറഞ്ഞുകൊണ്ടിരുന്ന അനിയന്റെ കല്യാണത്തോടെ പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചറെ ഒന്നിനും കിട്ടാറില്ലെന്ന് പ്രതിപക്ഷം പരാതി പറഞ്ഞു തുടങ്ങും. അങ്ങനെയൊന്നുമില്ല. തുളസിയും ഒരു തരത്തിൽ ജനസേവകയാണല്ലോ. ഇവൾക്കറിയാം അതിന്റെ സീരിയസ്നെസ് ഒക്കെ. എന്നാ പിന്നെ വൈകണ്ട, മാഡം ഇറങ്ങിക്കോളൂ. മാം, എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നന്ദി വാക്കല്ലേ. അങ്ങനെയുള്ള ഔപചാരികതയൊന്നും ഗായത്രി ടീച്ചർക്ക് ഇഷ്ടമല്ല. തന്നെയുമല്ല, നമ്മളിപ്പോ പ്രജയും മന്ത്രിയൊന്നും അല്ലല്ലോ, ബന്ധുക്കളല്ലേ. അതെ, നന്ദി പറയാനല്ല മാം, എനിക്ക് ഈ വിവാഹത്തിന് യോഗ്യതയുണ്ടോന്നല്ലേ? നിനക്ക് യോഗ്യത ഉള്ളതുകൊണ്ടാണല്ലോ ഗായത്രി ടീച്ചറും കെട്ടാൻ തീരുമാനിച്ച ഹരിയും വീട്ടിൽ വന്നത്. അതൊന്നും അല്ല എനിക്ക് പറയാനുള്ളത്. ഒരു മന്ത്രി കുടുംബത്തിലേക്ക് കയറി ചെല്ലാനുള്ള യോഗ്യത നിനക്കുണ്ടോ എന്നല്ലേ? അയ്യോ, മന്ത്രി കുടുംബമൊന്നുമല്ല. ഞാനും തുളസിയെ പോലെ ചെറിയ ചെറിയ സാമൂഹിക വിഷയങ്ങളിലൊക്കെ ഇടപെട്ടിട്ടാ രാഷ്ട്രീയത്തിലെത്തിയത്. അല്ലാതെ രാഷ്ട്രീയവുമായി ഒരു പാരമ്പര്യവും ഞങ്ങളുടെ കുടുംബത്തിനില്ല. തുളസി നാളെ മാഡത്തെ പോലൊരു മന്ത്രിയായെന്ന് വരും. അതോടെ തീരുമല്ലോ ഈ കോംപ്ലക്സ്. അതെ, നിങ്ങൾ വെറുതെ സംസാരിച്ച് മാമിന്റെ സമയം കളയണ്ട. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
തുളസി എന്താ വല്ലാതിരിക്കുന്നത്? അവക്ക് നാണാ. മാഡം പൊയ്ക്കോ. നല്ല ഉഗ്ര നാടകം. എല്ലാവരും കൂടി തുളസിയെ കുഴിയിൽ ചാടിച്ചതിന്റെ സന്തോഷം ഉണ്ടല്ലോ മുഖത്ത്. മന്ത്രിയുടെ മുന്നിൽ വെച്ച് ഞാൻ എന്റെ അഭിപ്രായം തുറന്നു പറയാതിരുന്നത് എനിക്കതിനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളുടെ ഒന്നും വാക്കിന് ഒരു വിലയില്ലെന്ന് മന്ത്രി മനസ്സിലാക്കണം. താമസിക്കാതെ അവർക്കത് മനസ്സിലാവും. മനസ്സിലാക്കിക്കും ഞാൻ. ഒന്ന് നിന്നെ. നിനക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത സൗഭാഗ്യം മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആദ്യെ കിട്ടുമെന്ന് കരുതി വ്യാമോഹിച്ച് ഒടുക്കം പിടിച്ചതിനെ വിട്ട് പറക്കുന്നതിന്റെ പിന്നാലെ പോയ സ്ഥിതിയിലാവുന്നു. ഞാൻ പിടിച്ചത് എന്റെ കയ്യിൽ തന്നെ ഇരിക്കും. പറക്കുന്നതിന് നിങ്ങൾ തന്നെ തോട്ടിയിട്ട് പിടിച്ചാൽ മതി. മിനിസ്റ്റർ പോയോ ആന്റി? പോയി. ദുർഗാന്റി, ഞാൻ ശരിക്കും പേടിച്ചുപോയി. മിനിസ്റ്റർ എങ്ങനെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു പോയാൽ തുളസിയുടെ ഭാഗ്യം തട്ടിയെടുത്തെന്ന് കുറ്റപ്പെടുത്തില്ലായിരുന്നു എല്ലാവരും കൂടി. അയ്യാടാ, എന്തൊരു സഹാനുഭൂതി. ഇതിലും നല്ലൊരു ആലോചന നിനക്കിനി വരില്ല തുളസി. ശ്രീഹരിക്ക് എന്താ ഒരു കുറവ്? സൗന്ദര്യമില്ലേ, സമ്പത്തില്ലേ, ജോലിയില്ലേ, നല്ലൊരു മനസ്സില്ലേ? ഇത്രയും സൽഗുണ സമ്പന്നനായ ഒരാളെ കൊണ്ട് എന്തിനീ തലതെറിച്ചവളെ കല്യാണം കഴിപ്പിക്കുന്നത്? അയാളോട് ആദരി കെട്ടാൻ പറ. അയ്യോ, ഞാൻ കിട്ടില്ല. എന്താ, നിനക്ക് സുന്ദരമാരെയും സമ്പത്തും സൽസ്വഭാവമുള്ള ആൾക്കാരെ പിടിക്കില്ലേ? പിടിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടായി എൻഗേജ്ഡ് അല്ലേ. അങ്ങനെയുള്ള ഞാൻ മറ്റൊരു പുരുഷന്റെ മുന്നിൽ ലവ് കാണിക്കുന്നതും പെണ്ണ് കാണൽ ചടങ്ങിന് ചായ കൊണ്ടുപോയി കൊടുക്കുന്നതും വഴിയരികിൽ നിന്ന് സംസാരിക്കുന്നതും ഒക്കെ ചീപ്പ് ഏർപ്പാടല്ലേ. എനിക്ക് എന്റെ ആദ്യേട്ടനെ മാത്രം മതി. മന്ത്രിയുടെ അനിയൻ ശ്രീഹരിക്ക് നിന്നെയാണ് ഇഷ്ടപ്പെട്ടത്. അത് നീ നിന്റെ ഭാഗ്യമായിട്ട് കരുത്. എന്നാലേ ആ ഭാഗ്യം എനിക്ക് വേണ്ട. ദുർഗാന്റി, തുളസി ആദ്യേട്ടനെ എനിക്ക് വിട്ടുതരില്ലേ? ആ പോക്ക് കണ്ടിട്ട് ഈ ജന്മം എനിക്ക് ആദ്യേട്ടനെ കിട്ടില്ലെന്ന് തോന്നുന്നു. നീ പ്രതീക്ഷിച്ചോ? ഈ ജന്മം മാത്രമല്ല, ഇനി ഒരു 100 ജന്മം ഉണ്ടെങ്കിലും എന്റെ മകൻ ആദ്യം തന്നെയായിരിക്കും നിന്റെ ഭർത്താവ്. ഞങ്ങൾ നിന്നെ കാത്തിരിക്കായിരുന്നു മോളെ. നീ ഇനിയും വൈകിരുന്നെങ്കിൽ ഞങ്ങള് ദേവമംഗലത്തേക്ക് വന്നേനെ. അതായിരുന്നു നല്ലത്. അച്ഛൻ മാത്രമല്ല, അമ്മയും വരണമായിരുന്നു. അപ്പോ രണ്ടുപേരുടെ അനുഗ്രഹം വാങ്ങിച്ച് എന്റെ ആദിയുടെയും താലിയിട്ട് നടന്നേനെ. എന്താ മാമ നിന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് ഒട്ടും വേദനിച്ചിട്ടുമില്ല. എന്റെ മനസ്സ് ഇരുമ്പോ കല്ലോ മറ്റോ ആണല്ലോ. എന്താ മോളെ, എന്തിനാ നിന്നെ വിളിപ്പിച്ചത്? പറഞ്ഞില്ലേ, വിവാഹകാര്യം തീരുമാനിക്കാം. മാമ തന്നെ മുൻകൈയെടുത്ത് എല്ലാം നടത്തിത്തരും. കൂടാതെ ദുർഗാമ്മയുടെയും മംഗളപ്പച്ചിയുടെയും ഫുൾ സപ്പോർട്ടും എനിക്കുണ്ട്. പക്ഷെ ഞാൻ കെട്ടേണ്ടത് ആദ്യമല്ലെന്ന് മാത്രം. പിന്നെ പൊതുമരാമത്ത് മന്ത്രി ഗായത്രി ടീച്ചറുടെ അനിയൻ ശ്രീഹരിയാണ് എന്റെ വരൻ. ആ വിവാഹത്തിന് ഞാൻ സമ്മതിക്കണം. അത് പറയാൻ വേണ്ടിയാ എന്നെ തിടുക്കപ്പെട്ട് വിളിപ്പിച്ചത്. എന്നിട്ട് നീ എന്തു പറഞ്ഞു?
ഞാൻ എനിക്ക് സമ്മതമാണെന്ന് പറഞ്ഞു. പോരെ? നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചോദിച്ചതല്ല. എന്താ അവിടെ ഉണ്ടായത്? ഒന്ന് വിശദമായിട്ട് പറഞ്ഞതാ. പറയാം, വിശദമായിട്ട് തന്നെ പറയാം. എല്ലാവരും ചേർന്ന് എന്നെ കെണിയിൽ വീഴ്ത്താൻ നിൽക്കായിരുന്നു. പൊന്നാങ്ങളയുടെ മാനസാന്തരത്തിന്റെ രഹസ്യം പിടികിട്ടിയില്ലേ? ഇനി ആ മനുഷ്യന്റെ നന്മയെക്കുറിച്ച് എന്റെ അടുത്ത് മിണ്ടിപ്പോരുത്. പ്രസാദേട്ടൻ നമ്മളെ ചതിക്കായിരുന്നല്ലേ? എന്തായാലും ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. പ്രസ ഇത്രയും സീരിയസ് ആയ സ്ഥിതിക്ക് നമ്മൾ അടങ്ങിയിരിക്കരുത്. അതെ, ഇപ്പൊ തന്നെ ആദ്യയുടെ മുമ്പിൽ നമ്മളാ കുറ്റക്കാര്. ഞാൻ ആദ്യം വിളിച്ചൊന്ന് സംസാരിക്കട്ടെ. എന്താ? ആദ്യം എവിടെ? വീട്ടിലാണോ? അല്ല, എന്താ പറയാനുള്ളത്? ഒരു സീരിയസ് കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്താ? ഈ വിവരം നിന്നെ വിളിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒടുക്കം നീ അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തും. അതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ആ ശരി. ഇവിടുത്തെ സൽക്കാരമൊക്കെ കഴിഞ്ഞോ? വിഭവസമൃദ്ധമായ സദ്യ ഊട്ടിച്ച് മന്ത്രിയെ പറഞ്ഞു വിട്ടോ? ആ സ്വാധീന ശക്തിയുടെ പേരില് സ്വന്തം മകന്റെ ചോരക്കര പുരണ്ടിട്ടുണ്ട്. എത്ര കഴുകിക്കളയാൻ നോക്കിയാലും പോവില്ല. നീ എന്തൊക്കെയായി പറയുന്നേ? അമ്മേ, ഞാനും തുളസിയും തമ്മിൽ വിവാഹം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് വിരോധമൊന്നുമില്ലല്ലോ. അച്ഛനത് എതിർത്തെങ്കിലും അമ്മ അത് നടത്തിത്തരാൻ തയ്യാറായതല്ലേ? പിന്നെ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുന്നപ്പോ? ഞാൻ എങ്ങനെ പെരുമാറിയെന്നാ ഈ പറയുന്നേ? എല്ലാവരും ചേർന്ന് എന്നെ മണ്ടനാക്കാൻ നോക്കണ്ട. തുളസി എന്നെയാ. അവളെ മറ്റൊരാളെ വിവാഹം ചെയ്യാൻ പാടില്ല. അച്ഛ, അറിയാതെ എന്തെങ്കിലും തെറ്റ് ഞാനോ തുളസിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിച്ച് അച്ഛൻ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം. അച്ഛ, നീ കാലി പിടിച്ച് പറയാ. അച്ഛന് തുളസി ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ. നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് വരാതെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എവിടെയെങ്കിലും. അച്ഛ, പ്ലീസ് പ്ലീസ് അച്ഛ.
എടാ, നീ എവിടെയും പോവില്ല. കല്യാണം കഴിച്ച് നാട് വിടാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ നിന്നെ വളർത്തി വലുതാക്കിയത്.